ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമിഴ്നാട്ടിലും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകുന്നത് നമ്മുടെ സൂര്യയുടെ കങ്കുവ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമ ഞാൻ കണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നത്. എൻ്റെ വൺസ് അഗൈൻ ഫിലിം റോസിൻ്റെ എപ്പിസോഡ് 1 എല്ലാവർക്കും സ്വാഗതം. കല്ലൊക്കെ പൊട്ടിക്കുന്ന ഒരു പാവം സൂപ്പർ ഹീറോയുടെ കഥയാണ് വിനയ വിധേയരാമ. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പിള്ളേർ റെയിൽവേ ട്രാക്കിൽ ചില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ അപ്പ അവിടെ നിന്ന് ഒരു കുട്ടീൻ്റെ കരച്ചിൽ വെക്കും. അങ്ങനെ ആ 4 പേരും കൂടി ആ കുട്ടീനെ എടുത്തിട്ട് അവൻ അനിയനായിട്ട് വളർത്താൻ നോക്കും. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞ് ഈ അനിയനാണ് വലുതായി. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ഫസ്റ്റ് വില്ലൻ വള്ളി ആരാ നോക്കാം. എന്താ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നോ? എന്നെ ഇലക്ഷൻ അയോഗ്യനാക്കുന്നോ? ഇയാള് എന്താ ഇംഗ്ലീഷ് മലയാളത്തിൽ മിക്സ് ചെയ്ത് പറയുന്നത്? ഏതേ ഒരു ഭാഷ സംസാരിക്കടേ. അങ്ങനെ ഇയാളെ കൊണ്ടിട്ട് നമ്മുടെ ഹീറോ ആയ രാംചരൺ വരും. അതിന്റെ അടുത്തായി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹീറോ രാംചരന്റെ ഒരു മാസ് എൻട്രി ആണ്. അങ്ങനെ നമ്മുടെ രാംചരൺ ഏതോ നരകത്തിലേക്ക് ഇയാളെ കൊല്ലാൻ വരും. അങ്ങനെ ഇയാൾ അടിക്കാൻ നോക്കുമ്പോൾ ഇയാൾ വേറെ ഏതൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആവും. അടിപൊളി. അങ്ങനെ അയാൾ അടിച്ച് പരിവാക്കിയിട്ട് ഒരു കിഡിലും ഡയലോഗ് പറഞ്ഞു. അങ്ങനെ ആ ഒരു സീനും അങ്ങ് കഴിയും. എന്താ കിഡിലും ഡയലോഗ് എന്ന് അറിയണ്ടേ? ആർക്കും ചവച്ചു തുപ്പാനുള്ള പെപ്പർമെന്റ് ഒന്നും അല്ല, ടെമ്പർമെന്റാ. ഈ ഡയലോഗ് കേട്ട വില്ലൻ പുള്ളി വരണ്ടായിരുന്നു. ആൻഡ് ഇത് കേട്ട പാള പഴശ്ശിരാമൻ, അതായത് ഇവരെ മെയിൻ വില്ലനാണ് പാള പഴശ്ശിരാമൻ. പോയി അവനോട് വരാൻ പറ സാർ, വരുന്നുണ്ടവൻ. ഇതൊന്നുമല്ല ഇതിന്റെ ഹൈലൈറ്റ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഡയലോഗ് KGF-നെക്കാട്ടും മുകളിലുള്ള ഡയലോഗ്. ഞാൻ ഭയം, എനിക്ക് അറിയില്ല ഞാൻ ഈ ഡയലോഗ് എന്തിനാ വില്ലൻ കൊടുത്തു. ഇത് പാളയം പരശുരാമനാണ്. ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ മൂത്രം ഒഴിപ്പിക്കും. ഇതല്ല, ഇതിന്റെ മറുപടിയാണ് ഏറ്റവും വലുത്. എന്നിട്ട് രാംചരൺ അതിനോട് നൈസായിട്ട് അങ്ങ് നടന്നു. പക്ഷെ നമ്മുടെ പാള പഴശ്ശിരാമൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ സഹായത്താൽ രാംചരന്റെ ഫാമിലിനെ പിടിച്ചുകൊണ്ടുവരും. ആൻഡ് ഇതിനിടയിൽ കുറെ അവരാധങ്ങൾ കാണിക്കും. ആ അവരാധങ്ങൾ ഞാൻ ഷോർട്ടായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും വലിയ ഡിസ്റ്റ് അറിയും. ഇവരാരെ വിളിക്കുന്ന അറിയും. ഇവരെ വീട്ടിന്റെ മുഖത്ത് തട്ടത് അവരെ മോളെയാണ് ഇവര് ഫോണിൽ കൂടെ വിളിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ 30 minutes ഓഫ് വെയിറ്റിംഗ് നമ്മുടെ നായകന്റെ ഫൈറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് കല്ലൊക്കെ തെറിച്ച് വരുന്നത്? ഓ ഗൈസ്, ഞാൻ പറയാൻ മറന്നു. നമ്മുടെ നായകനൊരു പവർ ഉണ്ട്. ആ ഒരു പവറാണ് നായകനെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഒരാൾ അടിക്കുകയാണ്, അതിന് കണക്കായിട്ട് കല്ല് വരും. അങ്ങനെ നമ്മുടെ വില്ലനെ നായകനങ്ങ് കൊല്ലും. ആൻഡ് ഇപ്പം നിങ്ങൾ വിചാരിക്കും സിനിമ കഴിഞ്ഞെന്ന്. ഇല്ല ഗൈസ്, സിനിമ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയാണ് മെയിൻ ട്വിസ്റ്റ്, മെയിൻ വില്ലൻ വരുന്നത്. ഇനി ബഡാ വില്ലന്റെ എൻട്രി. യെസ്, റാണാബായ്. റാണാബായ് ഇസ് ദ മെയിൻ വില്ലൻ. റാണാബായ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, എന്തൊരു അസുഖമുള്ള ആളാണ്, ഭയങ്കര കലിപ്പനൊക്കെയാണ്. അങ്ങനെ റാണാബായിനെ എതിർത്തുകൊണ്ട് നമ്മുടെ രാംചരന്റെ ചേട്ടനെ റാണാബായി അങ്ങ് തൂക്കിക്കൊണ്ടിരും. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടിട്ട് നേരെ നമ്മുടെ രാംചരൻ അങ്ങ് വിളിക്കും. അപ്പോൾ ഡയറക്ടറിന് തോന്നിയത് രാംചരനെ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വേണ്ടേ. അതുകൊണ്ട് ഫോൺ റേഞ്ചില്ലാത്തതുകൊണ്ട് നമ്മുടെ രാംചരന്റെ ചേട്ടനാണെങ്കിൽ ഓടിപ്പോയിട്ട് എവിടെയോ പോയിട്ട് റേഞ്ച് സംഘടിപ്പിച്ചിട്ട് രാംചരൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് രാംചരനാണ് ലൊക്കേഷനിലെത്തും. അങ്ങനെ നമ്മുടെ റാണാബായിനെ കൊല്ലാൻ നോക്കുമ്പോഴേക്കും രാംചരൻ ട്രാപ്പാക്കുക. പക്ഷെ രാംചരൻ അതൊക്കെ ഈസി ആയിട്ട് 2 തലയല്ലേ പോയെ? എടേ തല കിടിപോയ വില്ലനും കിടിപോലത്തെ നായകനും. അതിനടുക്ക് നമ്മുടെ രാംചരന്റെ ചേട്ടൻ മരിച്ചു പോവും. മരിക്കുന്നത് നീ മറക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മെയിൻ വില്ലനെ കൊല്ലണ്ടിട്ട് വീണ്ടും രാംചരൻ കല്ലെല്ലാം പൊട്ടിച്ച് വരും. പക്ഷെ ഒരു മിസ്റ്റേക്കിൽ നമ്മുടെ വില്ലനാണെങ്കിൽ വാളുമ്പോൾ തലകൂടി മരിക്കും. ഇത് കണ്ട രാംചരൻ പുല്ല് അതും പോയി. ഫൈനലിൽ രാംചരന്റെ ചേട്ടൻ വന്ന് തോളി തട്ടുന്നതോടെ ഈ ഒരു സിനിമയും കൈയാണ്. ചെലങ്കയല്ലേ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വാട്ട് എ മൂവി. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.